ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പൊതുവിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ സമൂലമായ മാറ്റം കൊണ്ടുവരാൻ സർക്കാരിന് സാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പുറത്തിറക്കി. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര പര്യടനത്തിനായി ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം നാളെ യാത്ര തിരിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കണ്ണൂരും കാസർഗോഡും നാളെ ചുവപ്പ് ജാഗ്രത. നിർമ്മാണത്തിലുള്ള ദേശീയപാതകൾ തകർന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ NHAIക്ക് നിർദ്ദേശം നൽകി ഹൈക്കോടതി. നിലമ്പൂർ ബൈപ്പാസിന് 227 കോടിയുടെ ഭരണാനുമതി നൽകി സംസ്ഥാന സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. പൊതുവിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ സമൂലമായ മാറ്റം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ സമാപനത്തിന്റെ ഉദ്ഘാടനവും 4 വർഷത്തെ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കോവിഡ് സമയത്ത് കേരളമൊരുക്കിയ സംവിധാനങ്ങളെ ലോകം ആശ്ചര്യത്തോടെയാണ് നോക്കിക്കണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് ഇന്ത്യയിൽ പൊതുവിദ്യാഭ്യാസ മേഖല രാജ്യത്തെ 1ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. നീതി ആയോഗ് തുടർച്ചയായി കേരളത്തിനാണ് ആ 1ാം സ്ഥാനം സമ്മാനിക്കുന്നത്. ലോകത്തെ സമ്പൽ സമൃദ്ധ രാഷ്ട്രങ്ങളടക്കം കോവിഡിന് മുന്നിൽ മുട്ടുകുത്തി വീഴുന്നത് നമ്മൾ കണ്ടു. എന്നാൽ രാജ്യവും ലോകവും കേരളത്തെ അത്ഭുതാതരങ്ങളോടെ നോക്കി നിന്നു. കോവിഡിന്റെ മൂർധന്യ ദശയിലും നാം ഒരുക്കിയ ആരോഗ്യ സജ്ജീകരണങ്ങൾ മികച്ചു നിന്നു. ദേശീയപാതയിൽ വിള്ളലുണ്ടായ സംഭവത്തിൽ ഗൌരവമായ പരിശോധന നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൊതുമരാമത്ത് വകുപ്പല്ല തകർച്ച പരിഹരിക്കേണ്ടതെന്നും പ്രശ്നങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ പഴിചാരാനാണ് പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വിമർശനം ഉന്നയിച്ചു. കഴിഞ്ഞ മാസം 21-ന് കാസർഗോഡ് നിന്ന് തുടക്കം കുറിച്ച വാർഷിക ആഘോഷങ്ങൾക്കാണ് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം കുറിച്ചത്. സമ്മേളനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി പങ്കെടുത്ത ബഹുജന റാലിയിൽ ആയിരക്കണക്കിന് പേർ അണിനിരന്നു. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര പര്യടനത്തിനായി ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം നാളെ യാത്ര തിരിക്കും. US, പനാമ, ഗയാന, ബ്രസീൽ, കൊളംബിയ എന്നീ രാജ്യങ്ങളാണ് സംഘം സന്ദർശിക്കുക. സൌദി, കുവൈറ്റ്, ബഹ്റൈൻ, അൾജീരിയ എന്നീ രാജ്യങ്ങളിൽ പര്യടനം നടത്തുന്നതിനായി ബൈജയന്ത് പാണ്ഡ എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘവും നാളെ പുറപ്പെടും. സഞ്ജയ് ഝായുടെ നേതൃത്വത്തിലുള്ള സംഘം ബ്രസീൽ, ഓസ്ട്രേലിയ, കൊളംബിയ, ഗ്രീസ്, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളുടെ അംബാസഡർമാരുമായി ജപ്പാനിൽ കൂടിക്കാഴ്ച നടത്തി. കനിമൊഴി എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം റഷ്യയിൽ പര്യടനം തുടരുകയാണ്. സ്പെയിൻ, ഗ്രീസ്, സ്ലൊവേനിയ, ലാത്വിയ എന്നീ രാജ്യങ്ങളിലും സംഘം സന്ദർശിക്കും. ഭീകരതയോടുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടും ഭീകരതയ്ക്ക് പിന്തുണയേകുന്ന പാകിസ്ഥാൻ സമീപനവും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടുന്നതിനായി എംപിമാരുടെ 7 സർവകക്ഷി സംഘങ്ങളെയാണ് ഇന്ത്യ 32 രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്. സംസ്ഥാനത്ത് നിർമ്മാണത്തിലുള്ള ദേശീയപാത വിവിധ സ്ഥലങ്ങളിൽ തകർന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി ഹൈക്കോടതി. ഇതിന് 10 ദിവസം സാവകാശം വേണമെന്ന് NHAI ആവശ്യപ്പെട്ടെങ്കിലും ഇക്കാര്യം വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചു. കൊച്ചിയിലെ റോഡുകൾ തകർന്ന സംഭവത്തിൽ കോടതി സംസ്ഥാന സർക്കാരിനെ നിശിതമായി വിമർശിച്ചു. സംസ്ഥാനത്തെ റോഡുകളുടെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി റോഡ് നിർമ്മിക്കുന്നതിന് ആവശ്യത്തിന് ഫണ്ടില്ല എന്നത് ലജ്ജാകരമാണെന്നും നിരീക്ഷിച്ചു. സംസ്ഥാനത്ത് അടുത്ത 7 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പരിഗണിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് കാലവർഷം എത്തിച്ചേരും. മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നാണ് നിർദ്ദേശം. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് തീരങ്ങളിൽ നാളെ രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെ വടക്കൻ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടങ്ങൾ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
അതിശക്തമായ മഴയാണ് വരുന്ന ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച വടക്കൻ ജില്ലകളിൽ ഇന്ന് മിക്കയിടങ്ങളിലും നല്ല മഴ ലഭിച്ചു. ശക്തമായ മഴ തുടരുന്ന പക്ഷം മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം. ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുൻപ് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ സ്കൂളുകളുടെയും ഫിറ്റ്നസ് ഉറപ്പാക്കാൻ വിദ്യാഭ്യാസ ഓഫീസർമാരുടെ യോഗത്തിൽ തീരുമാനിച്ചു. അതിതീവ്ര മഴയുടെ സാഹചര്യത്തിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കേണ്ട സാഹചര്യമുണ്ടായാൽ സമയബന്ധിതമായി പ്രഖ്യാപനം നടത്തുമെന്ന് ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ യോഗത്തിൽ അറിയിച്ചു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ അവലോകന യോഗം പുരോഗമിക്കുകയാണ്. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ സംസ്ഥാനത്ത് നിരീക്ഷണം ശക്തമാക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തി അതനുസരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം. ജില്ലകൾ കൃത്യമായി കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും ജില്ലാ സർവൈലൻസ് ഓഫീസർമാരുടെയും യോഗത്തിലാണ് നിർദ്ദേശം. 273 കോവിഡ് കേസുകളാണ് മെയ് മാസത്തിൽ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. നിലമ്പൂർ ബൈപ്പാസിന് 227.18 കോടിയുടെ ഭരണാനുമതി നൽകി സംസ്ഥാന സർക്കാർ. 30 മീറ്റർ വീതിയിൽ 4 വരി പാതയായാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത്. സ്ഥലം പൂർണ്ണമായും ഏറ്റെടുത്ത് ഉടൻ ടെൻഡർ നടപടിയിലേക്ക് കടക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. കോഴിക്കോട് കൊയിലാണ്ടി ദേശീയപാതയിൽ തിരുവങ്ങൂരിലും ചെറിയ തോതിൽ വിള്ളൽ ഉണ്ടായതായി റിപ്പോർട്ടുകൾ. ഇന്നലെ ചെറുകുളം അമ്പലപ്പടിയിൽ അടിപ്പാതയിൽ വെള്ളം ഒലിച്ചിറങ്ങുന്നത് നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് അധികൃതർ ഇന്ന് പരിശോധന നടത്തിയെങ്കിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താനായില്ല. ദേശീയപാത നിർമ്മാണത്തിൽ ദേശീയപാത അതോറിറ്റിയും സംസ്ഥാന സർക്കാരും തമ്മിൽ ഒരു ഏകോപനവും ഉണ്ടായിരുന്നില്ല എന്നതിന്റെ തെളിവാണ് കൂരിയാട് ഭാഗത്തെ ദേശീയപാതയുടെ തകർച്ചയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. 50ഓളം സ്ഥലങ്ങളിൽ വിള്ളൽ കാണപ്പെട്ടിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ആലുവയിൽ 4 വയസ്സുകാരിയെ പുഴയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ കുട്ടിയുടെ അമ്മയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് അടുത്ത ബന്ധുവിനെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനുള്ള ശ്രമവും പോലീസ് ആരംഭിച്ചു. കോഴിക്കോട് രൂപതയെ അതിരൂപതയായും രൂപതാ മെത്രാൻ വർഗീസ് ചക്കാലക്കലിനെ ആർച്ച് ബിഷപ്പായും ഉയർത്തുന്ന ചടങ്ങുകൾ കോഴിക്കോട് സെന്റ് ജോസഫ്സ് പള്ളിയിൽ മറ്റന്നാൾ നടക്കും. ഇന്ത്യയിലെ അപ്പസ്തോലിക് ന്യൂൻഷ ആർച്ച് ബിഷപ്പ് ലിയോ പോൾഡോ ജെറലി സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. KCBC പ്രസിഡന്റ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലീമസ് വചനപ്രഘോഷണം നടത്തും. കേരള ലത്തീൻ കത്തോലിക്ക സഭയുടെ 3ാമത്തെ അതിരൂപതയാണ് കോഴിക്കോട് അതിരൂപത. കോട്ടയം ജില്ലയിൽ ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നത് അപേക്ഷ ക്ഷണിക്കുന്നു. ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിരതാമസക്കാരായിരിക്കണം അപേക്ഷകർ. കൂടുതൽ വിവരങ്ങൾക്ക് prasarbharati.gov.in/pbvacancy/ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മെയ് 30 അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. പ്രശസ്ത ഫോട്ടോഗ്രാഫറും നടനും പരസ്യചിത്ര സംവിധായകനുമായ രാധാകൃഷ്ണൻ ചക്യാട്ട് അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ പൂനെയിലായിരുന്നു അന്ത്യം. 4 പതിറ്റാണ്ടിലേറെ കാലമായി ഫോട്ടോഗ്രാഫി രംഗത്ത് സജീവമായിരുന്നു. ദേശീയ ഫുട്ബോൾ താരവും കേരള ടീം മുൻ ക്യാപ്റ്റനുമായ A. നജിമുദ്ദീന്റെ ഖബറടക്കം കൊല്ലം ജോനകപ്പുറം വലിയപള്ളി ഖബറിസ്ഥാനിൽ നടന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇന്നലെയാണ് അദ്ദേഹം അന്തരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുവിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ സമൂലമായ മാറ്റം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പുറത്തിറക്കി. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര പര്യടനത്തിനായി ശശി തരൂർ MPയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം നാളെ യാത്ര തിരിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കണ്ണൂരും കാസർഗോഡും നാളെ ചുവപ്പ് ജാഗ്രത. നിർമ്മാണത്തിലുള്ള ദേശീയപാതകൾ വിവിധ സ്ഥലങ്ങളിൽ തകർന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ NHAIക്ക് നിർദ്ദേശം നൽകി ഹൈക്കോടതി. നിലമ്പൂർ ബൈപ്പാസിന് 227.18 കോടിയുടെ ഭരണാനുമതി നൽകി സംസ്ഥാന സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.